ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നേഹ, യെസ്, നേഹ സജാഹുദ്ദീൻ. എന്നെ കൊണ്ട് മാഡത്തിന് എന്തോ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് നമ്പ്യാർ സർ പറഞ്ഞു. അതെ, വളരെ വളരെ അത്യാവശ്യം. മോശം കാര്യമാണോ ഭദ്രേട്ടന് പറയാനുള്ളത്? ഞാൻ പറയുന്നത് മോശമാണോ നല്ലതാണോ എന്ന് കേൾക്കുന്ന നീയല്ലേ തീരുമാനിക്കാൻ. എനിക്ക് അത് നല്ലതായിട്ട് തോന്നുന്നേ. അർജുന്റെയും അനസൂയയുടെയും വിവാഹക്കാര്യം വല്ലതുമാണോ? അതിനെ കുറിച്ച് എന്തോന്ന് പറയാനാ? അതൊക്കെ നമ്മൾ തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യമല്ലേ. 30 ദിവസത്തിനകം അർജുൻ എന്റെ മോളുടെ കരുതി താലി കെട്ടുവന്ന് നീ എനിക്ക് വാക്ക് തന്നു. ഇത് മറ്റൊരു കാര്യമാ. മറ്റൊരു കാര്യോ? അതെ, എല്ലാം വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. നീ പോയിട്ട് വാ, അപ്പൊ എല്ലാം ഞാൻ പറയാം. അല്ല, അതെന്താണെന്ന്? നീ പോയിട്ട് വാ. നിലു, ഒരു സ്ട്രോങ് ചായ എടുത്തു വയ്ക്കടി. തന്നെ ഞാൻ അവിടെയൊക്കെ നോക്കി. നമ്മൾ എന്തിനാ അവിടെ പോയത്? എന്റെ ബോയ് ഫ്രണ്ടിനൊരു ഷർട്ട് എടുക്കാൻ. അത് വാങ്ങി തിരിച്ചു വന്നു. പിന്നെന്തിനാ അവിടെ കിടന്ന് കറങ്ങുന്നത്? അല്ല, ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അയാൾ എവിടെയുള്ള? അതൊന്നും ആരോടും പറയില്ല. ആരോടും പറയരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. തന്നെ പറ്റിയൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. എന്തിന്? അതിന്റെ ആവശ്യമില്ലായിരുന്നു. തന്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോ അവനും ഇത് തന്നെ പറഞ്ഞത്. ഇയാളുടെ കാര്യം പറയേണ്ടിയിരുന്നില്ല എന്ന്. ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ? വേണ്ട. ഇല്ല, ചോദിക്കും. തന്റെ വിവാഹശേഷം തനിക്ക് എന്ത് കുഞ്ഞ് വേണമെന്ന ആഗ്രഹം? മോനോ അതോ മോളോ? പട്ടിക്കുഞ്ഞ്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. അത് ഞാൻ വിവാഹം കഴിക്കുന്നില്ല തീരുമാനിച്ചു. എപ്പോ? കുറച്ചേരം മുന്നേ. എങ്കിലും പറ, തനിക്ക് മോളെയാണോ മോനെയാണോ ഇഷ്ടം? മോനെ. അവന് പക്ഷേ മോളെയാ ഇഷ്ടം. എനിക്കും. തനിക്ക് എങ്ങനത്തെ വീട്ടില് താമസിക്കാനാ ഇഷ്ടം? വലിയ വീട്ടിലോ അതോ ചെറിയ വീട്ടിലോ? ചെറിയ വീട്. അവന് വലിയ വീട്ടില് താമസിക്കാനാ ഇഷ്ടം. എനിക്കും. തനിക്കേ കാറാണോ ബൈക്കാണോ ഇഷ്ടം? കാറ്. അവന് ബൈക്കാ ഇഷ്ടം. എനിക്കും. അവൻ എപ്പോഴും പറയും ബൈക്കില് ദൂരയാത്രയൊക്കെ പോണോന്ന്. അവന്റെ പുറകില് എനിക്ക് കെട്ടിപ്പിടിച്ചിരുന്ന് യാത്ര ചെയ്യണം. ഇയാൾ എന്തീ കാണിക്കുന്നേ? എന്തൊരു പോണോ? മനുഷ്യനെ വട്ടാകാൻ ഇറങ്ങിക്കോളും ഓരോന്നും. പിന്നെ അവനുണ്ടല്ലോ. ഒന്ന് നിർത്തോ? അവൻ 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 ഈ അവനെന്നാ പേര് ഒന്നും ഇല്ലേ? ഒന്നുകിൽ പേര് പറ, അല്ലെങ്കിൽ നിർത്ത്. തനിക്ക് അസൂയയാ. തനിക്ക് പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലല്ലോ, അതാ ദേഷ്യം വരുന്നത്. അതെ, അങ്ങനെ തന്നെയാ. താൻ കാണുന്നത് എന്റെ കണ്ണിലെ കനല. അതിന്റെ ഉള്ളിലെ പ്രളയം ആരും കാണുന്നില്ല. ഞാൻ ദേഷ്യപ്പെടുന്നത് എല്ലാരും കാണും. എന്റെ മനസ്സില് അവർക്ക് വേണ്ടിയുള്ള കണ്ണുനീറുറവാ ആരും കാണില്ല. എന്റെ പൊന്ന് സഹോദര, ഒന്ന് നിർത്തുവോ? താനെന്താ ഫോട്ടോഗ്രാഫ് ചവച്ചരച്ച് തിന്നോ? ഇനി ആരെ കുറിച്ചും ഞാൻ പറയുന്നില്ല, പോരെ? ഇനിയും കുറെ ഉണ്ട്. സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഞാൻ പറയാം. വേണമെന്നില്ല. താനൊന്ന് നിർത്താമോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. പാട്ട് കേൾക്കാം, അല്പം സമാധാനം കേട്ടെ. Huh?
നേഹ യെസ് നേഹ സജാഹുദ്ദീൻ. എന്നെ കൊണ്ട് മാഡത്തിന് എന്തോ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് നമ്പ്യാർ സർ പറഞ്ഞു. അതെ, വളരെ വളരെ അത്യാവശ്യം. എനിക്ക് പറ്റിയ ഒരാളെ ഞാൻ തിരക്കി നടക്കുകയായിരുന്നു. അപ്പോഴാ മിസ്റ്റർ നമ്പ്യാർ നിങ്ങളുടെ ഡിറ്റക്റ്റീവ് ഏജൻസിയെ പറ്റി പറഞ്ഞത്. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഒരാളുടെ ഫോട്ടോ തരും. അയാളെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയണം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഐശ്വര്യലക്ഷ്മി, അതാണ് ആളുടെ പേര്. അത് മാത്രമേ എന്റെ പക്കലുള്ളൂ. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവര്, മറ്റു ബന്ധുക്കൾ, കുടുംബം, അങ്ങനെ എല്ലാം എനിക്കറിയണം. തലമുറകളെക്കുറിച്ച് പ്രത്യേകിച്ചും. എത്ര തലമുറയുടേതായാലും ആ അടിവേരുകൾ ചികഞ്ഞെടുക്കണം. അതാണ് നേഹയുടെ ഡ്യൂട്ടി. അത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അതിനായിട്ട് ഇഷ്ടം പോലെ സ്റ്റാഫ് നമുക്കുണ്ട്. എന്റെ ആൾക്കാരെ വെച്ച് ഞാൻ അന്വേഷിക്കാത്തത് ഇത് അത്രയും രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യമായതുകൊണ്ടാ. മനസ്സിലായി മാഡം. ഐ ഹാവ് വൺ മോർ ക്വസ്റ്റ്യൻ. ചോദിക്കേ. ഈ ഐശ്വര്യലക്ഷ്മി ഇപ്പൊ എവിടെയുള്ളതെന്ന് ഒരു ക്ലൂ തരാൻ പറ്റുമോ? അവര് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായാലും മതി. ഐശ്വര്യലക്ഷ്മി എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഓ, അവളെന്റെ മകന്റെ ഭാര്യ. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അവള് എന്റെ മകനെ സ്വന്തമാക്കി എന്റെ മരുമകളുമായി. അവളെക്കുറിച്ച് തന്നെയാ എനിക്കറിയേണ്ടതും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഒഫീഷ്യൽ കാര്യം മാത്രം. ഇനി അൺഒഫീഷ്യലായി ഒന്നുകൂടി പറയാനുണ്ട്. നേഹ വളരെ മിടുക്കിയാണെന്ന് എനിക്കറിയാം. താങ്ക് യു മാഡം. ഇനി ഞാൻ പറയാൻ പോകുന്നത് തികച്ചും പേഴ്സണലാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നു ഇതെന്ന്. അതുകൊണ്ട് തന്നെ ആ ബന്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിനോടും എനിക്ക് താല്പര്യമില്ല. എന്റെ മകൻ അവന്റെ ഭാര്യയെ ഏതു വിധേനയും വെറുക്കണം. അതിനുള്ള സഹായം കൂടി വേണം എനിക്ക് നേഹയുടെ അടുത്ത് നിന്ന്. ഒറ്റയ്ക്ക് വേണ്ട, എത്ര സ്റ്റാഫുകളെ വേണമെങ്കിലും നേഹയ്ക്ക് കൂടെ കൂട്ടാം. ഓഫീസ് മുഖാന്തരം അല്ലാതെ നേഹയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്തുകൂടെ ഇതൊക്കെ?